കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് മുൻ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് കറന്റ് പാസിംഗ് ത്രൂ ദ റെസിസ്റ്റർ R2 ഷോൺ ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. ഇപ്പോ ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ഈ R2 യിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറന്റ് എത്രയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അതുവഴി പാസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പില് നമുക്ക് ഈ പാരലൽ കണക്ഷൻ ഇവിടുത്തെ R എഫക്റ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. R എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിഗർ എങ്ങനെയായിരിക്കും മാറുന്നത് നോക്കി. ഈ ഫിഗർ എങ്ങനെ മാറും? ഇങ്ങനെയായിരിക്കും ഈ ഫിഗർ ഇവിടെ മാറുന്നത്. അപ്പൊ ഇവിടെ 3 ഓം ആണ്. ഇവിടെ R എഫക്റ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കിയ? രണ്ട് പാരലൽ കണക്ഷൻ വരുമ്പോൾ R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു രണ്ടിന്റെയും റെസിസ്റ്റർ സെയിം ആണ് എങ്കിൽ R ഡിവൈഡ് ബൈ N ചെയ്താൽ മതി. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെസിസ്റ്റർ. അപ്പൊ അവിടെ ഓം എത്രയാ? റെസിസ്റ്റർ എത്രയാ? 2 ആണ്. R ന്റെ വാല്യൂ എന്ന് പറയുന്നത്. N ന്റെ വാല്യൂ 2 ആണ്, which is equal to 1 ohm is the effective resistance. അവിടെ effective resistance 1 ohm എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ effective resistance എത്രയാണ്? 1 ohm ആണ് ഇവിടുത്തെ effective resistance. ഇനി ഇത് രണ്ടും സീരീസ് കണക്ഷൻ ആണല്ലേ. ആ സീരീസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ effective resistance എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കിയേ. R effective is equal to അവിടെ effective resistance കിട്ടി 4 ohm എന്ന് കിട്ടി. effective resistance 4 ohm എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കറന്റ് കണ്ടുപിടിച്ചൂടെ? ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറന്റ് കണ്ടുപിടിക്കുമ്പോൾ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെയും ഇവിടെയും കിട്ടുന്ന കറന്റ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? V ഡിവൈഡഡ് ബൈ R. V യുടെ വാല്യൂ അറിഞ്ഞൂടെ? 8 ആണ് V യുടെ വാല്യൂ എന്നറിയാം. R ന്റെ വാല്യൂ എത്രയാണ്? R ന്റെ വാല്യൂ 4. Therefore current is equal to 2 ആംപിയർ ആണ് അവിടെ സപ്ലൈ ചെയ്ത കറന്റ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അപ്പൊ ഇതിനകത്തൂടെ ഇവിടെയും ഇവിടെ കിട്ടുന്ന എത്രയാ? 2 ആംപിയർ ആണ്. ഇവിടെയും 2 ആംപിയർ ആണ്. ഇനി ഇവിടേക്ക് കിട്ടുന്നത് 2 ആംപിയർ. ഇൻ ടോട്ടൽ ഇവിടെ മൊത്തം നമുക്ക് 2 ആംപിയർ കറന്റ് നമുക്ക് ഇവിടെ കിട്ടി. പക്ഷേ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ടും രണ്ടും റെസിസ്റ്റർ സെയിം ആയതുകൊണ്ടും ഇങ്ങോട്ടേക്ക് 1 ആംപിയർ കറന്റ്, ഇങ്ങോട്ടേക്ക് 1 ആംപിയർ കറന്റ് ആയിരിക്കും സപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ R2 യിലൂടെ പാസ് ചെയ്തു പോകുന്ന കറന്റ് എന്ന് പറയുന്നത് കറന്റ് ത്രൂ R2 എന്ന് പറഞ്ഞാൽ കറന്റ് ടു R2, കറന്റ് ത്രൂ R2 എന്ന് പറയുന്നത് എത്രയാ? 1 ആംപിയർ ആണ്. അതുവഴി R2 യിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറന്റ്. ഇനി അവിടുത്തെ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് R2 യിലൂടെ പാസ് ചെയ്ത് പോകുന്ന വോൾട്ടേജ് നോക്കിയേ. ഈ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടില് അവിടെ ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം V is directly proportional to R ആണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. വോൾട്ടേജ് എത്രയാ ഇവിടെ? 8 is directly proportional to effective resistance എത്രയാ? 4 ohm ആണ് effective resistance. അങ്ങനെയാണ് എങ്കിൽ ഈ 1 ഓമിലൂടെ പാസ് ചെയ്ത് പോകുന്ന വോൾട്ടേജ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കിയേ. അവിടുത്തെ വോൾട്ടേജ് എനിക്കറിയാവോ? ഇല്ല. ഞാനത് X എന്ന് കൊടുത്തു. X is directly proportional to 1 ohm. ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 is equal to 4x, which implies X is equal to 2 volt എന്നെനിക്ക് ആൻസർ കിട്ടി. ഇനി നോക്കുക. ഈ 1 ഓം റെസിസ്റ്റർ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 2 വോൾട്ട് ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 2 വോൾട്ട് ആണ്. കണക്ഷൻ പാരലൽ ആയതുകൊണ്ട് ഈ R2 എന്ന് പറയുന്ന റെസിസ്റ്ററിനും അതുപോലെ R3 എന്ന് പറയുന്ന റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? ഈ 2 വോൾട്ട് തന്നെ ആയിരിക്കും. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് ത്രൂ R2 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ത്രൂ R2 എന്ന് പറയുന്നത് വോൾട്ടേജ് ത്രൂ R2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ കിട്ടുക? 2 വോൾട്ട്. അപ്പൊ നോക്കിയേ, വോൾട്ടേജ് 2 വോൾട്ട് ആണ്. കറന്റ് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. ഏത് ഓപ്ഷനാ? വോൾട്ടേജ് 2 വോൾട്ട്, കറന്റ് ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? 2 വോൾട്ട് 1 മില്ലി ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിംഗ് R1, R2, R3 ആൻഡ് R4 and a battery as shown in the following figure. ക്വസ്റ്റ്യനിൽ തന്നെ ഫിഗറിലുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. R1, R2, R3, R4 എന്ന് പറയുന്ന ഒരു 4 റെസിസ്റ്റർ ഉണ്ട്. അതൊരു ബാറ്ററി 27 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് find the equivalent resistance of the given circuit and the current passing through R3. ഇവിടെയുള്ള equivalent resistance എത്രയാണെന്നുള്ള കാര്യം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് R3 യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ equivalent resistance കണ്ടുപിടിക്കാം. ഞാൻ A, B എന്ന പോയിന്റ് ആണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടും എന്താണ്? ഇൻ സീരീസ് ആണല്ലേ. A, B പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ടും എന്തായി? സീരീസ് ആയി. തൊട്ടടുത്ത താഴെ R3 എന്ന് പറയുന്നത് അതിന് പാരലൽ ആയിട്ട് വരുന്ന സർക്യൂട്ട് ആണ്.
അതിന് പാരലൽ ആയിട്ടാണ് അടുത്ത സർക്യൂട്ടായ R4 വരുന്നത്. ഇവിടെ 0.5 ഓം R1 വാല്യൂ, 0.5 ഓം R2 വാല്യൂ, 1 ഓം ആണ് R3 വാല്യൂ, അതുപോലെ തന്നെ 1 ഓം ആണ് R4 വാല്യൂ. അതിനെ ഒരു 27 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് ടു എ 27 വോൾട്ട് ബാറ്ററി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 0.5 പ്ലസ് 0.5. ഇപ്പൊ ഫിഗർ വീണ്ടും ഒന്നുകൂടെ അടുത്തൊരു സ്റ്റേജ് ഓഫ് ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്. എങ്ങനെ വരും? ക്ലിയർ അല്ലേ? 1 ഓം 1 ഓം 1 ഓം. നമ്മൾ തൊട്ട് മുമ്പത്തെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുക? എല്ലായിടത്തുമുള്ള വോൾട്ടേജ് സെയിം ആണെന്നുണ്ടെങ്കിൽ, സോറി, എല്ലാ റെസിസ്റ്ററും സെയിം ആണെന്നുണ്ടെങ്കിൽ R effective is equal to R divided by എത്ര നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 1/3 ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം എനിക്ക് കിട്ടി. ഈ ഓപ്ഷൻ 1/3 ഉള്ള എത്ര ആൻസർ ഇവിടെ ഉണ്ടെന്ന് നോക്കിയേ. ഓപ്ഷൻ ബിയിലും 1/3 ഓം ആണ്, ഓപ്ഷൻ ഡിയിലും 1/3 ഓം ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ രണ്ടിലും ഏതോ ഒന്നാണ്. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് കളയാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് I is equal to എക്സ്പ്രഷൻ എനിക്കറിയാം. I is equal to V by R എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ. അവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 27 എന്ന് പറയുന്നതാണ് വോൾട്ടേജ്. 27 ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത് 1/3. അപ്പൊ 1 into 3 which is equal to 81 ആംപിയർ എന്ന് എനിക്ക് കിട്ടി. അവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 81 ആംപിയർ ആയിരിക്കും. ഈ 81 ആംപിയർ ഇവിടെ ഓരോന്നിലും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇത്രയും കറണ്ട് അല്ലെ? ഇതിൽ മൂന്നിലും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഈക്വലി ഡിവൈഡ് ബൈ 3 ചെയ്താൽ മതി. അതായത് I1 പ്ലസ് I2 പ്ലസ് I3, I1 പ്ലസ് I2 പ്ലസ് I3. അപ്പൊ ഇതാണ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന കറണ്ട് അല്ലെ? I1 പ്ലസ് I2 പ്ലസ് I3 is equal to 81 എന്ന് കിട്ടി. ഇവിടെ എല്ലാ റെസിസ്റ്ററും സെയിം ആയതുകൊണ്ട് I1 ഉം I2 ഉം I3 ഉം എനിക്ക് എന്തെന്ന് എടുക്കാം? I എന്ന് എടുത്തൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ 3I is equal to 81 എന്ന് വരില്ലേ? അപ്പൊ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന കറണ്ടും ഇതുവഴി പാസ് ചെയ്ത് പോകുന്നതും, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള R3 പാസ് ചെയ്ത് പോകുന്ന കറണ്ടും R4 പാസ് ചെയ്ത് പോകുന്ന കറണ്ടും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ I is equal to എത്ര കിട്ടി? I is equal to 27 ആംപിയർ എന്ന് എനിക്ക് കിട്ടി. I is equal to 27 ആംപിയർ എന്ന എനിക്ക് ആൻസർ കിട്ടി. അപ്പൊ ഏതാ ഇവിടുത്തെ ആൻസർ നോക്കിയേ? 27 ആംപിയർ എവിടെയുണ്ട്? ഓപ്ഷൻ ബിയിലുണ്ട്. ആൻസർ ഏതൊക്കെയായിരുന്നു? 1/3 ഓം എഫക്റ്റീവ് റെസിസ്റ്റൻസും കറണ്ട് I is equal to 27 ആംപിയർ. Therefore option B is the right answer. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Find the total capacitance and total charge on the capacitor. Find the total capacitance and total charge. ഈ പറയുന്ന സർക്യൂട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാണ്? ടോട്ടൽ ചാർജ് എത്രയാണ്? ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് കപ്പാസിറ്ററും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സീരീസ് പാരലൽ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അവിടെ കണ്ടുപിടിക്കാൻ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ സി എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? സി എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ നോക്കിയേ. രണ്ടും പാരലൽ ആണെങ്കിൽ C1 പ്ലസ് C2. അങ്ങനെയാണെങ്കിൽ അവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 which is equal to 3 എന്ന് എനിക്ക് അവിടെ ആൻസർ കിട്ടൂലേ? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എനിക്ക് അവിടെ കിട്ടി. ഇനി അത് വെച്ച് ഞാൻ ഫിഗർ വരയ്ക്കുകയാണ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ പാരലൽ ആയിട്ടാണ് രണ്ടാമത്. അടുത്തത് എന്താ? സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയും 3 ആണ്, ഇവിടെയും എഫക്റ്റീവ് ഇവിടെ കപ്പാസിറ്റൻസ് എത്രയാണ്? 3 ആണ്. വോൾട്ടേജ് 6 ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എങ്ങനെ വന്നിട്ടുണ്ട്? സീരീസിൽ വന്നിട്ടുണ്ട്. സീരീസിലാണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? C is equal to, ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഇത് 3 ആണ്, ഇവിടെയും 3 ആണ് നമുക്ക് കിട്ടിയ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ C ഡിവൈഡ് ബൈ N. നേരത്തെ നമ്മൾ റെസിസ്റ്റർ ഇൻ പാരലൽ ആണ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ സീരീസിലാവുമ്പോൾ വരുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ സിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കിയേ, 3 ആണ്. ഡിവൈഡ് ബൈ N ന്റെ വാല്യൂ എത്രയാ? 2. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടി? 3/2 which is equal to 1.5 എന്ന് എനിക്ക് ഇവിടെ ആൻസർ കിട്ടി. എത്ര ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കിയേ? 1.5 വരുന്നത് ഓപ്ഷൻ എയില് 1.5 ഉണ്ട്, ഓപ്ഷൻ സിയിലും 1.5 ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് ചാർജ് Q is equal to കണ്ടുപിടിക്കാനാണ്.
ചാർജ് Q is equal എന്താ എക്സ്പ്രഷൻ Q is equal to C into V എന്നാണ് എക്സ്പ്രഷൻ. C യുടെ വാല്യൂ എത്രയാ 1.5 ആണ്. വോൾട്ടേജിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ 6 ആണ്. സോ ഇൻ ടോട്ടൽ എത്ര കിട്ടും 9 ആണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. 9 ആണ് നാനോ കൂളംബ് ആണ് അവിടുത്തെ ചാർജ് ആയിട്ട് കിട്ടിയത്. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എയിലാണ് 9 വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The velocity and acceleration of a particle performing a simple harmonic motion have a steady phase relationship. The acceleration shows a phase lead of the velocity in radians of. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് x എന്ന് പറയുന്നത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? x is equal to a sin omega t ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. a sin omega t. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി is equal to എന്താ? dx by dt എന്ന് പറയുന്നതാണ് വെലോസിറ്റി അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിലോ a ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് വെലോസിറ്റി. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാൻ അറിയാമോ? a ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എനിക്ക് വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോവാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ a is equal to dv by dt ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ a is equal to dv by dt എന്ന് വെച്ച് കഴിഞ്ഞാൽ a into omega into omega into cos omega t plus pi by 2 എന്ന് കിട്ടും ഇല്ലേ? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ which is equal to a omega square into cos omega t plus pi by 2 എന്ന് പറഞ്ഞാൽ sin omega t plus pi ആണ്. sin omega t plus pi എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the acceleration shows a phase lead of the velocity. ഓക്കേ, ഇവിടെ sin omega t plus pi by 2 ആണ്. ഇവിടെ ആണെങ്കിലോ പൈയിലെത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫേസ് ലീഡ് എത്രയായിരിക്കും? pi minus pi by 2 which is equal to pi by 2 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ അങ്ങനെ ഇവിടെ നോക്കിയ ഓപ്ഷനിലെ റോ എന്ന് പറഞ്ഞാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാം മാറ്റി നോക്കുക. ഇത് പൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. 0 plus pi by 2 minus pi by 2 and last one is minus pi. So the answer will be C is the right answer. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ ചോദിക്കാൻ പറ്റും? നോക്കിയേ, ഫേസ് ലീഡ് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ചോദിച്ചതെങ്കിലോ പൈ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ചോദിച്ചിരുന്നെങ്കിലോ പൈ ബൈ 2 ആണ് ആൻസർ ആയിട്ട് വരിക. സോ അത് ഏത് രീതിയിൽ വേണമെങ്കിലും വേരി ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത സെഷനിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.